ഇത് സിനിമ ഷൂട്ടിംഗ് അല്ല, റിയൽ ലൈഫിലെ പ്രിയങ്ക ചോപ്രയാണ് ഇങ്ങനെ നിലത്തിരുന്ന് പാത്രം കഴുകുന്നത്. സാധാരണക്കാരെ പോലെ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നയൻതാര. പാർലമെന്റിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന രാജ്യസഭാ MP രാഘവ് ചദ്ദയും ഭാര്യയും ബോളിവുഡ് ആക്ട്രസുമായ പരിണീതി ചോപ്രയും ഇവിടെ നിന്നുകൊണ്ട് പാത്രം കഴുകുകയാണ്. ഇനി എത്ര വലിയ ക്ഷേത്രമാണെങ്കിലും സെലിബ്രിറ്റികൾക്ക് പ്രത്യേക പരിഗണന നൽകാറുണ്ട്. പക്ഷെ ഇവിടെ അതില്ല, എല്ലാ മനുഷ്യരും തുല്യരാണ്. ഇതാണ് പഞ്ചാബ് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ. ജാലിയൻ വാലാബാഗിന് തൊട്ടടുത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെരുപ്പിടാതെ തല മറച്ചാണ് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നത്. അതിനായി ഫ്രീ സ്കാർഫ്സും ഇവിടെ നൽകാറുണ്ട്. പാവപ്പെട്ടവനോ പണക്കാരനോ വ്യത്യാസമില്ലാതെ ഇവിടെ സേവ ചെയ്യാറുണ്ട്. അതായത് പാത്രം കഴുകുക, ഭക്ഷണം വിതരണം ചെയ്യുക, നിലം വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ലോകത്തിലെ വലിയ സൗജന്യ അടുക്കളയും ഇവിടെയാണ്. ദിവസവും 1 ലക്ഷത്തിലധികം ആളുകൾക്കാണ് ഭക്ഷണം നൽകുന്നത്, അതും സൗജന്യമായി. ഒരു VIP സിസ്റ്റവും ഇവിടെ ഇല്ല. എല്ലാവരും നിലത്തിരുന്ന് ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. എല്ലാ മനുഷ്യരെയും സ്വാഗതം ചെയ്തുകൊണ്ട് 4 വാതിലുകളാണ് ക്ഷേത്രത്തിനുള്ളത്. കാലിന് പരിക്ക് പറ്റിയിട്ടും രശ്മിക മന്ദാന ക്ഷേത്ര സന്ദർശനം മാറ്റിവെച്ചില്ല. കൂടെ ബോളിവുഡ് ആക്ടർ വിക്കി കൗശലും ഉണ്ടായിരുന്നു. കുടുംബസമേതമായിരുന്നു അല്ലു അർജുൻ ഗോൾഡൻ ടെമ്പിൾ സന്ദർശിച്ചത്. സാധാരണ ജനങ്ങളുടെ കൂടെ ക്യൂവിൽ നിന്നാണ് അല്ലുവും ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയത്. ദുരന്തർ സിനിമയുടെ സംവിധായകനും ഭാര്യയും സഞ്ജയ് ദത്തും ഒരുമിച്ചാണ് ക്ഷേത്രം സന്ദർശിച്ചത്. രൺവീറും ദീപികയും അവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ദിവസം ഈ ഒരു ക്ഷേത്രത്തിലേക്കാണ് എത്തിയത്. അക്ഷയ് കുമാറും മാധവനും അനന്യ പാണ്ഡെയും ഒരുമിച്ചാണ് ക്ഷേത്ര സന്ദർശനം നടത്തിയത്. ഇവർ മാത്രമല്ല, സിനിമ റിലീസിന് മുന്നേയും മറ്റ് ചടങ്ങുകളുടെയും പ്രത്യേക ദിവസങ്ങളുടെയും ഭാഗമായി നിരവധി സെലിബ്രിറ്റികൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഗോൾഡൻ ടെമ്പിൾ.